ഹലോ, എല്ലാവർക്കും റൈസ് വിത്ത് ഷജീസ് ഇൻസ്പയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എന്താണ് നിങ്ങളുടെ സൂപ്പർ പവർ എന്നറിയോ? ഡിസിപ്ലിൻ ആണ് നിങ്ങളുടെ സൂപ്പർ പവർ എന്ന് പറയുന്നത്. മോട്ടിവേഷൻ തീർന്നാലും നിങ്ങൾ നിർത്തരുത്. ഡിസിപ്ലിൻ ആണ് നിങ്ങളുടെ അമാനുഷികമായ പവർ എന്ന് പറയുന്നത്. ഒരു ദിവസം രാവിലെ നിങ്ങൾ വളരെ മോട്ടിവേറ്റഡ് ആണ്. അലാം അടിക്കുന്നതിന് മുമ്പ് തന്നെ എഴുന്നേൽക്കുന്നു, എക്സർസൈസ് ചെയ്യുന്നു, ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ടു ഡു ലിസ്റ്റ് എഴുതുന്നു. നിങ്ങൾക്ക് തോന്നും ഇന്ന് എൻ്റെ ജീവിതം മാറും. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3-ാമത്തെ ദിവസവും കഴിഞ്ഞാൽ അലാം അടിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ബ്ലാങ്കറ്റിനുള്ളിൽ ഒന്നും കൂടി ശക്തമായിട്ട് ബ്ലാങ്കറ്റിലേക്ക് അമർന്നുകൊണ്ട് നിങ്ങൾ വീണ്ടും ഉറങ്ങാനായിട്ട് ശ്രമിക്കുന്നു. മനസ്സ് പറയുകയാണ് ഇന്ന് കുറച്ചുകൂടി ഉറങ്ങാം. അപ്പോൾ ഒരു ചോദ്യം, നിങ്ങളുടെ ജീവിതം മാറ്റുന്നത് മോട്ടിവേഷൻ ആണോ? അല്ല, നിങ്ങളുടെ ജീവിതം മാറ്റുന്നത് ഡിസിപ്ലിനാണ്. കാരണം മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ഇമോഷനാണ്, പക്ഷേ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു ഡിസിഷനാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കഥ ഒരു വലിയ വിജയിയുടെ കഥയല്ല, നമ്മളെപ്പോലെയൊക്കെയുള്ള ഒരു സാധാരണ മനുഷ്യൻ്റെ കഥയാണ്. പക്ഷേ അവൻ്റെ ഒരു ചെറിയ ഡിസിഷൻ അവൻ്റെ ജീവിതം മാറ്റി. നമ്മുടെ കഥയുടെ ടൈറ്റില് രാഹുലിൻ്റെ 20 മിനിറ്റ് എന്നുള്ളതാണ്. രാഹുൽ ഒരു സാധാരണ ജോലിയുള്ള യുവാവായിരുന്നു. അവന് വലിയ ഡ്രീംസ് ഉണ്ടായിരുന്നു. ഒരു നല്ല കരിയർ വേണം, ബോഡി നല്ല ഫിറ്റ് ആക്കണം, കൂടുതൽ പണം സമ്പാദിക്കണം, ഫാമിലിക്ക് നല്ലൊരു ജീവിതം നൽകണം. പക്ഷെ ഒരു പ്രശ്നം, അവനെല്ലാം തുടങ്ങും, ഒന്നും തുടർന്നു കൊണ്ടുപോയില്ല. മൺഡേ ജിം തുടങ്ങുന്നു, ട്യൂസ്ഡേ ജിമ്മ്, വെനസ്ഡേ ഇന്ന് കുറച്ച് ടയേർഡാണ്, തേഴ്സ്ഡേ പറയും നാളെ മുതൽക്ക് റെഗുലർ ആക്കാം. അതുപോലെ തന്നെ പഠനവും. ഒരു ദിവസം 3 മണിക്കൂർ പഠിക്കും, അടുത്ത 4 ദിവസം ഒന്നും പഠിക്കില്ല. ബിസിനസ് ഐഡിയ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരും, റിസർച്ച് ചെയ്യും, വീഡിയോസ് കാണും, പ്ലാൻ എഴുതും, പക്ഷേ ആക്ഷൻ ഇല്ല. ഒരു ദിവസം രാഹുൽ തൻ്റെ പഴയ ഡയറി എടുത്തു. അവിടെ അവൻ ഗോൾസ് എഴുതിയിരുന്നു. ഐ വിൽ ചേഞ്ച് മൈ ലൈഫ്. അവൻ ആ പേജ് നോക്കി. അവനത് എഴുതിയിട്ട് 2 വർഷം കഴിഞ്ഞിരുന്നു. അവൻ്റെ ഗോൾസ് മാറിയില്ല, അവൻ്റെ ഹാബിറ്റ്സും മാറിയില്ല. അപ്പോൾ അവനൊരു തീരുമാനം എടുത്തു, ഇനി ഞാൻ ആരുടെയും മോട്ടിവേഷൻ കാത്തിരിക്കില്ല. അവൻ വലിയ ഗോളൊന്നും വെച്ചില്ല. അവൻ പറഞ്ഞു എല്ലാ ദിവസവും ഒരു 20 മിനിറ്റ്, അത്രമാത്രം. 20 മിനിറ്റ് റൂള്. ആദ്യ ദിവസം 20 മിനിറ്റ് പഠിച്ചു, 2-ാം ദിവസം 20 മിനിറ്റ്, 3-ാം ദിവസവും 20 മിനിറ്റ്. 4-ാം ദിവസം അവന് മൂഡില്ലായിരുന്നു. പക്ഷേ അവൻ പറഞ്ഞു മൂഡ് എന്ന് പറയുന്നത് എൻ്റെ ബോസ് അല്ല, എൻ്റെ ഡിസിഷനാണ് എൻ്റെ ബോസ്. 20 മിനിറ്റ് കണ്ടിന്യൂ ചെയ്തു. 5-ാം ദിവസവും 20 മിനിറ്റ്. ഒരാഴ്ച, 1 മാസം, ഒരു 3 മാസം, 6 മാസം. അവൻ്റെ ലൈഫ് പതുക്കെ മാറിത്തുടങ്ങി. അവൻ്റെ ലൈഫിൽ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ഒന്നും കണ്ടില്ല, പക്ഷേ അവൻ്റെ ഐഡൻറ്റിറ്റി മാറി. അവനോട് തന്നെ പറയാൻ തുടങ്ങി, ഞാൻ ഇനി മുതൽ ശ്രമിക്കുന്ന ആളാണ്, ട്രൈ ചെയ്യുന്ന ആളാണ്. അങ്ങനെ അവൻ കരുതാൻ ശ്രമിച്ചു. പക്ഷേ അതിനേക്കാളുമൊക്കെ അവന് ഇഷ്ടം എന്തായിരുന്നെന്നറിയോ? ഞാൻ ഡിസിപ്ലിനുള്ള ഒരാളാണ് എന്ന് പറയുന്നതിനായിരുന്നു. അതാണ് ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്. മോട്ടിവേഷൻ വേഴ്സ് ഡിസിപ്ലിൻ. നമുക്ക് രണ്ടും വേണം അല്ലേ? മോട്ടിവേഷൻ മോശമായതുകൊണ്ടല്ല. മോട്ടിവേഷൻ നിങ്ങളെ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കും. ഒരു മോട്ടിവേഷണൽ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എക്സൈറ്റഡ് ആകും. ഒരു സക്സസ് സ്റ്റോറി കേൾക്കുമ്പോൾ നിങ്ങൾ ഇൻസ്പയർഡ് ആകും. അത് നല്ലതാണ്. പക്ഷേ മോട്ടിവേഷൻ ഒരു വിസിറ്ററാണ്. അത് വരും, കുറച്ച് സമയം താമസിക്കും, പിന്നെ പോകും. പക്ഷേ ഡിസിപ്ലിൻ ആണെങ്കിലോ? ഡിസിപ്ലിൻ നമ്മുടെ വീട്ടിലെ ഒരു കുടുംബാംഗത്തെ പോലെയാണ്, ഒരു ഫാമിലി മെമ്പറാണ്. നിങ്ങൾക്ക് മൂഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് കൂടെയുണ്ട്. സക്സസ് വന്നാലും ഫെയിലിയർ വന്നാലും അത് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. ഡിസിപ്ലിൻ വളർത്താനായിട്ട് ഞാൻ 5 നിയമങ്ങൾ, 5 റൂൾസ് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഒന്നാമതായിട്ട്, വളരെ ചെറുതായി തുടങ്ങുക. ദിവസവും 3 മണിക്കൂർ എക്സർസൈസ് ചെയ്യും എന്ന് ചിന്തിക്കുന്നതിന് പകരം, എന്ന് തീരുമാനിക്കുന്നതിന് പകരം ദിവസവും ഒരു 15 മിനിറ്റ്, ദിവസവും ഒരു 50 പേജ് വായിക്കും എന്ന് പറയുന്നതിന് പകരം ദിവസവും ഒരു 5 പേജ് ഞാൻ വായിക്കും എന്ന് പറയുക. സ്മോൾ പ്രോമിസസ്, സ്മോൾ വിൻസ്, അങ്ങനെയല്ലേ? പിന്നെ കൺസിസ്റ്റൻസി. രണ്ടാമതായിട്ട് നിങ്ങൾ സമയം ഫിക്സ് ചെയ്യുക. പിന്നീട് ചെയ്യാം എന്നുള്ളത് നമ്മുടെ ഡിസിപ്ലിൻ്റെ ശത്രുവാണ്. ഒരു സമയം നിങ്ങൾ തീരുമാനിക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 7 to 7:20 എക്സർസൈസ്, 8 to 8:20 സ്റ്റഡി. അത് കലണ്ടറിൽ നിങ്ങൾ മാർക്ക് ചെയ്യുക, റൊട്ടീൻ അവിടെ ഫിക്സ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നെവർ മിസ് ടോയ്സ്. ഒരു ദിവസം നിങ്ങൾ മിസ് ചെയ്താൽ നിങ്ങളെ തന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തണ്ട. പക്ഷേ
രണ്ടാമത്തെ ദിവസം നിങ്ങൾ വീണ്ടും ചെയ്യണം. ഒരു ദിവസം ബ്രേക്ക് ഒന്നും ഒരു പ്രശ്നമില്ല, മനുഷ്യരല്ലേ. 2 ദിവസം നമ്മൾ അത് തന്നെ തുടർന്നാൽ അതൊരു ഹാബിറ്റ് ആവും. അതുപോലെ 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ എൻവയോൺമെൻറ്റ് നിങ്ങൾ മാറ്റുക. നിങ്ങൾ രാവിലെ പഠിക്കണമെങ്കിൽ രാത്രി തന്നെ ബുക്ക് മേശപ്പുറത്ത് വെക്കുക. എക്സർസൈസ് ചെയ്യണമെങ്കിൽ തലേ ദിവസം തന്നെ ആ എക്സർസൈസ് ചെയ്യാനുള്ള വർക്കൗട്ട് ക്ലോത്ത്സ് നിങ്ങൾ റെഡിയാക്കി വെക്കുക, അല്ലെങ്കിൽ മാറ്റ് റെഡിയാക്കി നിങ്ങൾ വെക്കുക. ഫോൺ ഒരു ഡിസ്ട്രാക്ഷൻ ആണെങ്കിൽ ആ ഫോണ് കുറച്ച് അകലത്ത് വെക്കുക. വിൽ പവറിനേക്കാൾ എൻവയോൺമെൻറ്റ് വളരെ ശക്തമാണ്. 5ാമത്തെ കാര്യം, നിങ്ങളുടെ വൈ നിങ്ങൾ ഓർക്കുക. എന്താണ് നമ്മുടെ വൈ? ഈ കാര്യം ചെയ്യാനുള്ള നമ്മുടെ വൈ എന്താണ് എന്ന് നിങ്ങൾ ഓർക്കുക. എന്തിനാണ് തുടങ്ങിയത്? ഹെൽത്ത്, ഫാമിലി ആണോ? ഫിനാൻഷ്യൽ ഫ്രീഡം ആണോ? പേഴ്സണൽ ഗ്രോത്തിനാണോ? നിങ്ങളുടെ ഡ്രീമിന് വേണ്ടിയിട്ടാണോ? നിങ്ങളുടെ വൈ ശക്തമാണെങ്കിൽ നിങ്ങളുടെ ഡിസിപ്ലിനും ശക്തമാകും. ടേണിംഗ് പോയിന്റ് എന്താണെന്ന് നമ്മുടെ സ്റ്റോറിയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. 1 വർഷം കഴിഞ്ഞപ്പോൾ രാഹുൽ തൻ്റെ പഴയ ആ ഡയറി പിന്നെയും തുറന്നു. അവൻ ആദ്യമായി എഴുതിയ ആ ഗോൾ അവൻ കണ്ടു. പക്ഷേ ഇത്തവണ അവൻ ചിരിച്ചു. കാരണം അവൻ ഒരു കാര്യം മനസ്സിലാക്കി. ഡ്രീം അവനെ മാറ്റിയില്ല, ഡെയിലി ഡിസിപ്ലിനാണ് അവനെ മാറ്റിയത് എന്നുള്ള സത്യം. അവൻ പെർഫെക്റ്റ് ആയില്ല. അവന് പലപ്പോഴും ബാഡ് ഡേയ്സ് ഉണ്ടായിരുന്നു. അവന് പലപ്പോഴും മോട്ടിവേഷൻ ഇല്ലാത്ത ദിവസങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അവൻ അന്ന് മുതൽക്ക് അവൻ്റെ മൂഡിനനുസരിച്ച് ജീവിച്ചില്ല, പകരം അവൻ തൻ്റെ വാല്യൂസിനെ അനുസരിച്ച് ജീവിച്ചു. അതാണ് അവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. നിങ്ങൾക്കിന്ന് മോട്ടിവേഷൻ ഇല്ലേ? അതൊന്നും പ്രശ്നമല്ല. നിങ്ങൾ എഴുന്നേൽക്കുക, ചെറിയൊരു സ്റ്റെപ്പ് എടുക്കുക. 10 മിനിറ്റ്, 20 മിനിറ്റ്, ഒരു പേജ്, ഒരു ഫോൺ കോള്, ഒരു വർക്കൗട്ട്, ഒരു ചെറിയ ആക്ഷൻ. നിങ്ങളുടെ ഫീലിങ്സ് മാറുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കരുത്. ആക്ഷൻ എടുക്കുക. ഫീലിങ്സ് പലപ്പോഴും നമ്മുടെ ആക്ഷൻ്റെ പിന്നാലെ വരും. ഓർക്കുക, മോട്ടിവേഷൻ സേസ് ഐ ഫീൽ ലൈക്ക് ഡൂയിങ് ഇറ്റ്. ഡിസിപ്ലിൻ സേസ് ഐ കമ്മിറ്റഡ് ടു ഡൂയിങ് ഇറ്റ്. അതാണ് വ്യത്യാസം. മോട്ടിവേഷൻ നിങ്ങളെ തുടങ്ങാനായിട്ട് സഹായിക്കും, പക്ഷേ ഡിസിപ്ലിൻ നിങ്ങളെ അത് തുടരാനായിട്ട് പഠിപ്പിക്കും. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സംഭവം നിങ്ങളെ മാറ്റും, ഉറപ്പായിട്ടും. ഡിസിപ്ലിനാണ് നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള സൂപ്പർ പവർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഒരു തീരുമാനമെടുക്കുക. എനിക്ക് തോന്നുമ്പോൾ മാത്രം ഞാൻ ചെയ്യില്ല, എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ കണ്ടിന്യൂസ്ലി ചെയ്യും എന്നുള്ളൊരു തീരുമാനം. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊരു കാര്യം നിങ്ങൾ ടൈപ്പ് ചെയ്യുക. മൈ മൂഡ് ഈസ് നോട്ട് മൈ മാസ്റ്റർ, മൈ ഡിസിപ്ലിൻ ഈസ് മൈ പവർ. നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തേ കമൻറ്റ് ബോക്സിൽ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും, എൻ്റെ മൂഡല്ല എൻ്റെ മാസ്റ്റർ, എൻ്റെ ഡിസിപ്ലിനാണ് എൻ്റെ ശക്തി എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ റൈസ് വിത്ത് ഷജീസ് അറ്റ് ഷജീസ് ഇൻസ്പയർ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്ത ഓരോ വ്യൂവേഴ്സിനും ഓരോ സബ്സ്ക്രൈബേഴ്സിനും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അടുത്തിട്ടിൽ നിന്ന് നന്ദി പറയുകയാണ്. 1 മാസം കൊണ്ട് തന്നെ നമുക്കൊരു 100 എബോവ് സബ്സ്ക്രൈബേഴ്സിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റി. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വിജയം തന്നെയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട്. ആൻഡ് ഓൾസോ മൈ നെയിം ഈസ് ഷജീല ഹലീമ. ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ്, ഒരു ലൈഫ് കോച്ചാണ്, ഒരു ബിസിനസ് കോച്ചാണ്, ചിൽഡ്രൻ കോച്ചാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ സെഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടേതായിട്ടുള്ള കൺവീനിയൻറ്റ് ടൈമിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പാണോ, ഹെൽത്ത് ആണോ, കരിയർ ആണോ, നിങ്ങളുടെ ഗ്രോത്ത് ആണോ, മണിയാണോ, ഹാപ്പിനെസ് ആണോ, എവിടെയാണോ നിങ്ങൾക്ക് പ്രശ്നം, അത് നമുക്ക് സ്മൂത്തായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ യഥാർത്ഥ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ കൊതിക്കുന്ന ആ ഒരു ലൈഫിലേക്ക് നമുക്ക് എത്താനായിട്ട് നമുക്ക് പറ്റും. അതിനുള്ള കാര്യങ്ങളും അതിനുള്ള ടെക്നിക്കുകളും അതാണ് നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് ബാച്ച് ഗ്രൂപ്പ് ക്ലാസ്സുകളും അവൈലബിൾ ആണ്. നെക്സ്റ്റ് ബാച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബറിലാണ്. അപ്പോൾ അതിലേക്ക് ചേരാൻ താല്പര്യമുള്ളവരും എനിക്ക് മെസ്സേജ് ഇടുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഹാപ്പിനെസ് ആൻഡ് അബണ്ടൻസ് മെഗാ ഹബ്ബ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. നമുക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ലിങ്കിൽ കയറിയിട്ട് ഗ്രൂപ്പിലേക്ക് ആടാകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നാളെ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ തന്നെ റൈസ് വിത്ത് ഷജീസ് എന്നും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും. നിങ്ങളുടെ കൈപിടിച്ച് നടത്താനായിട്ട്, നിങ്ങളുടെ വളർച്ചയുടെ ഉയരങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും അതിനോടൊപ്പം തന്നെ എൻ്റെ കൂടെ എൻ്റെ യാത്രയിൽ, എൻ്റെ ഇത്രയും നാളത്തെ ഈ വിജയത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും നൽകിയ എല്ലാ കോൺട്രിബ്യൂഷനെയും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ഞാൻ സ്മരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു വൺസ് അഗെയിൻ. ബൈ.